മെക്സിക്കോയിലെ കാൻകൂൺ എന്ന ഉല്ലാസ നഗരം. അവിടുത്തെ കാലിപ്സോ ഹോട്ടലിന്റെ 8ാം നിലയിൽ നിന്ന് പ്രഭാതത്തിലെ കാഴ്ചകൾ കാണുകയാണ് ഞാൻ. തെങ്ങുകൾ തണൽ വിരിച്ചു നിൽക്കുന്ന പാതയിൽ ഗതാഗതം സജീവമായി കഴിഞ്ഞു. ബസ്സും കാറുമെല്ലാം ആ പാതയിലുണ്ട്. ഞാൻ താമസിക്കുന്ന ഹോട്ടലിന്റെ നേരെ എതിർവശത്ത് തിയേറ്ററോ ദെ കാൻകൂൺ എന്ന വലിയൊരു കലാകേന്ദ്രമാണ്. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ പെർഫോമൻസുകൾ ആസ്വദിക്കാനെത്തുന്ന തിയേറ്റർ. അതിൻ്റെ അപ്പുറത്ത് ഒരു ഫെറി പിയർ ഉണ്ട്. അവിടെ നിന്നും കറ്റമറനിൽ കയറിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇസ്ലാം മുജറസ് ദ്വീപിലേക്ക് പോയത്. ബീച്ചുകളിൽ ഇപ്പോൾ ആളനക്കമില്ല. അവിടം രാവിലെ ഒന്ന് സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആളില്ലാത്ത ബീച്ചിൽ പോയിട്ട് എന്ത് കാര്യം? ഈ ചുവപ്പ് നിറമുള്ളവ ലോക്കൽ ബസ്സുകളാണ്. പല നിറമുള്ള ബസ്സുകളും കാണാം. ടൂറിസ്റ്റുകളെ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവ. ഈ പിങ്ക് നിറമുള്ളതാകട്ടെ സിറ്റി ബസ്സാണ്. പിങ്കും ചുവപ്പും ബസ്സുകൾ ആർക്കും എപ്പോഴും ഉപയോഗിക്കാം. 12 പെസോ നൽകിയാൽ മതി. കാൻകൂൺ ഹോട്ടൽ സോണിൽ എവിടെയും ചെന്നിറങ്ങാം. എസ്കാരറ്റ് എന്ന ഈ ബസ് ഇവിടുത്തെ വലിയൊരു അമ്യൂസ്മെന്റ് പാർക്കുകാരുടേതാണ്. വഴിയോരത്ത് കുറച്ചാളുകളുണ്ട്. റിസോർട്ടുകളിലെ ജോലിക്കാരാവാം. അവർ തങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് പോകുന്നു. പട്ടിയുമൊത്ത് നടക്കാനിറങ്ങിയിരിക്കുന്നു ഒരാൾ. ടൂറിസ്റ്റാണ്. ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും നിൽക്കാം. പക്ഷേ എനിക്ക് അതിന് നേരമില്ല. ഇന്ന് മടക്കയാത്ര ആരംഭിക്കുകയാണ്. രാവിലെ തന്നെ എയർപോർട്ടിലേക്ക് പോകണം. മുറി പൂട്ടി 8ാം നിലയിലെ വരാന്തയിലേക്ക് ഇറങ്ങി. പിൻഭാഗത്തെ വരാന്തയിൽ നിൽക്കുമ്പോൾ മറ്റൊരു കാഴ്ചയാണുള്ളത്. സുന്ദരമായ പ്രകൃതി. ഈ ഹോട്ടലിന്റെ തന്നെ പിൻഭാഗത്തെ നീന്തൽക്കുളങ്ങളും അതിൻ്റെ ഓരത്തെ ബാറുകളും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാവിലെ പുറത്തേക്കിറങ്ങുമ്പോൾ കണ്ടിരുന്ന കാഴ്ച ഇതുതന്നെയാണ്. എങ്കിലും എത്ര കണ്ടാലും മതിവരാത്തൊരു ദൃശ്യമാണിത്. ഈ വൃത്തി ഹോട്ടലിന്റെ പരിസരത്തിന് മാത്രമല്ല, അതിന്റെ പിൻഭാഗത്ത് വലിയ കണ്ടൽക്കാടാണ്. ടൂറിസവും പ്രകൃതി സംരക്ഷണവും ഒരുമിച്ച് കൊണ്ടുപോകാമെന്നതിന്റെ ഉദാഹരണമാണിത്. ഹോട്ടലുകളുടെ അതിർത്തി എവിടെയായിരിക്കണമെന്ന് കൃത്യമായി നിശ്ചയിച്ചിരിക്കുന്നു. അവർ ആ അതിരിനെ മറികടക്കുന്നില്ല. പിന്നെ അങ്ങോട്ട് കണ്ടൽക്കാടാണ്. അവിടുത്തെ ആവാസ വ്യവസ്ഥ കൃത്യമായി നിലനിർത്തിയിരിക്കുന്നു. ഈ കണ്ടൽക്കാടുള്ള പ്രദേശത്തു തന്നെയാണ് ടൂറിസം വളർന്നിരിക്കുന്നത്. ടൂറിസം പ്രകൃതിയെ നശിപ്പിക്കുന്നില്ല. ബുദ്ധിയുള്ളവരുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള ടൂറിസം സാധ്യമാവും. പ്രകൃതിയെ അധികം പരിക്കേൽപ്പിക്കാതെ എന്നാൽ മനുഷ്യന്റെ ജീവിതത്തിന് വേണ്ട സൗകര്യങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് ടൂറിസം വളർത്തുകയാണിവിടെ. കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ വേണ്ടിവരും. എങ്കിലും പ്രകൃതിയുടെ പരിക്കുകൾ പരിഹരിക്കാൻ മുതൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വരെ ഇപ്പോൾ ശാസ്ത്രീയമായ സംവിധാനങ്ങളുണ്ട്. അതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞാൻ 8ാം നിലയുടെ വരാന്തയിലൂടെ നടന്നു. താഴെ ചെന്ന് ചെക്കൗട്ട് ചെയ്യണം. ഈ സ്ത്രീയാണ് റിസപ്ഷനിലെ ഏക ജോലിക്കാരി. ചെക്കൗട്ട് നടപടികൾ പൂർത്തിയാക്കി. വാടക നേരത്തെ തന്നെ ഇന്റർനെറ്റിലൂടെ നൽകിയിരുന്നു. താമസിച്ചിരുന്ന ഹോട്ടലിനെ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. തെരുവിലേക്ക് ടൂറിസ്റ്റുകൾ ഇറങ്ങിത്തുടങ്ങിയിരിക്കുന്നു. പലയിടത്തും പബ്ലിക് കോളിനുള്ള ഫോണുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മെക്സിക്കോയുടെ ടൂറിസം കേന്ദ്രങ്ങൾ ആകർഷകവും ആധുനിക രീതിയിൽ വികസിപ്പിച്ചതുമാണ്. ഇന്ത്യയേക്കാൾ സാമ്പത്തിക നില മെച്ചപ്പെട്ട രാജ്യമൊന്നുമല്ല മെക്സിക്കോ. എന്നിട്ടും ടൂറിസത്തെ പ്രൊഫഷണൽ രീതിയിലാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ടൂറിസ്റ്റുകൾ ഒരു റിസോർട്ടിൽ നിന്നും മറ്റൊന്നിലേക്കും ബീച്ചിലേക്കും മറ്റും പോകുന്ന ഫുട്പാത്തുകളാണിത്. പ്രധാന നിരത്തിന്റെ ഇരുവശവും അതിങ്ങനെ ഒരുക്കി വച്ചിരിക്കുന്നു. വെള്ള നിറമുള്ള ഒരു ബസ് എത്തിയിട്ടുണ്ട്. സിറ്റി ബസ് തന്നെയാണ്. ഡൗൺ ടൗണിലേക്ക് പോകുന്ന ബസ്. ഇതിൽ കയറി ഡൗൺ ടൗണിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഡൗൺ ടൗണിൽ ചെന്ന് മറ്റൊരു ബസ്സിൽ വേണം എയർപോർട്ടിലേക്ക് പോകാൻ. ബസ്സുകാരൻ അല്പനേരം എനിക്ക് വേണ്ടി കാത്തുനിന്നു.
ആ ബസ്സിലേക്ക് ചെന്ന് കയറി. ഡൗൺ ടൗൺ ഇവിടെ നിന്നും 4 കിലോമീറ്റർ അകലെയാണ്. അവിടെ നിന്നും എയർപോർട്ടിലേക്ക് സർവീസ് നടത്തുന്നത് അഡോ എന്ന കമ്പനിയുടെ ബസ്സുകളാണ്. അഡോയുടെ ബസ് സ്റ്റേഷനിൽ ചെന്നാൽ അവിടെ നിന്നൊരു ബസ് പിടിച്ച് 30 മിനിറ്റിന്റെ യാത്ര കൊണ്ട് എയർപോർട്ടിലെത്താം. ഈ പാതയും പരിസരങ്ങളും ഒരുക്കിയിട്ടിരിക്കുന്നതിലെ ചാരുതയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. പുല്ല് വളർത്തിയ ഡിവൈഡറുകൾ, അതിൽ ഒരേ ഉയരത്തിലുള്ള തെങ്ങുകൾ. ബസ്സിലെ ജോലിക്കാരനായി ഈ ഒരു ഡ്രൈവർ മാത്രമേയുള്ളൂ. ഇദ്ദേഹം തന്നെയാണ് പണം വാങ്ങുന്നതും ടിക്കറ്റ് നൽകുന്നതും. ബസ്സിന്റെ മുൻഭാഗത്താണ് കയറാനുള്ള വാതിൽ. യാത്രക്കാർ അതിലൂടെ കയറുമ്പോൾ തന്നെ ഡ്രൈവറുടെ പക്കൽ പണം നൽകുകയും ടിക്കറ്റ് വാങ്ങുകയും ചെയ്യും. റിസോർട്ടുകളാണ് ഈ ഭാഗത്തെല്ലാം കാണുന്നത്. വലിയ റെസിഡൻഷ്യൽ കോംപ്ലക്സുകളുമുണ്ട് ഈ ഭാഗത്ത്. വിദേശികൾക്കും സമ്പന്നർക്കുമുള്ള റെസിഡൻഷ്യൽ കോംപ്ലക്സുകളാണത്. ആകർഷകമായ കാഴ്ചകൾ. പൊതുസ്ഥലങ്ങളും ഒരു റിസോർട്ടിനകം പോലെ ക്രമീകരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. ഇതിങ്ങനെ നിലനിർത്തുന്നത് വലിയ പ്രയത്നത്തിലൂടെയാണ്. വഴിയോരങ്ങൾ ട്രോപ്പിക്കൽ വനം പോലെ ഒരുക്കിയിരിക്കുന്നു. ഇതുതന്നെയാണ് ടൂറിസത്തെ വളർത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ നാടുകളും ചെയ്യേണ്ടത്. തുളൂം അവന്യൂവിൽ ബസ് എത്തിയപ്പോൾ അവിടെ ഞാൻ ഇറങ്ങി. കാൻകൂണിന്റെ ഡൗൺ ടൗൺ ആണിത്. ഇവിടെ അടുത്തുതന്നെയാണ് അഡോ കമ്പനിയുടെ ബസ് സ്റ്റേഷൻ എന്നറിയാം. റോഡ് ക്രോസ് ചെയ്ത് അല്പം നടക്കണമെന്ന് മനസ്സിലായി. വെളുപ്പു നിറമുള്ള നിരവധി മിനി വാനുകൾ കടന്നു പോകുന്നത് കാണാം. അതിവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടിന്റെ ഭാഗമാണ്. കളക്റ്റീവോ എന്നാണ് ഇതിവിടെ അറിയപ്പെടുന്നത്. നാട്ടുകാർ അടുത്തുള്ള പട്ടണങ്ങളിലേക്കും മറ്റും യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ. കാൻകൂണിൽ നിന്നും പ്ലായ ഡെൽ കാർബണിലേക്കും മറ്റും 15 മിനിറ്റ് ഇടവിട്ട് കളക്റ്റീവോ സർവീസ് ഉണ്ട്. പാതയോരത്തെ കച്ചവടക്കാരോടും മറ്റും വഴി ചോദിച്ചാണ് പോകുന്നത്. അഡോ ബസ് സ്റ്റേഷൻ കണ്ടെത്തണം. ഇതുവഴി നേരെ നടന്നാൽ മതിയെന്നാണ് അവർ പറഞ്ഞത്. ഭേദപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളാണ് കാൻകൂണിലെ ഡൗൺ ടൗണിലുമെന്ന് മനസ്സിലായി. നടന്ന് അഡോയുടെ ബസ് ടെർമിനലിൽ എത്തിയിരിക്കുന്നു. നല്ലൊരു ബസ് സ്റ്റേഷൻ. അതിനു മുന്നിൽ ടാക്സികളും നിരന്നു കിടപ്പുണ്ട്. ബസ്സുകളിൽ വന്നിറങ്ങുന്നവർക്ക് ടാക്സി പിടിച്ച് ഹോട്ടലുകളിലേക്ക് പോകാം. ലാറ്റിൻ അമേരിക്കയിൽ സാധാരണ കാണുന്ന ബസ് ടെർമിനലുകളേക്കാൾ വൃത്തിയും ഭംഗിയും ഇവിടെ ഉണ്ടെന്ന് തോന്നി. വലിയൊരു വെയിറ്റിംഗ് ഏരിയ. അതിന് സമീപത്ത് തന്നെ ടിക്കറ്റ് കൗണ്ടറുകൾ. എയർപോർട്ടിലേക്ക് മാത്രമല്ല, പ്ലായ ഡെൽ കാർബൺ, തുളൂം എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും ബസ്സുണ്ട്. ഞാൻ കൗണ്ടറിൽ ചെന്ന് എയർപോർട്ടിലേക്കുള്ള ടിക്കറ്റ് എടുത്തു. 72 പെസോയാണ് ചാർജ്. ടിക്കറ്റ് വാങ്ങിയവർ കാത്തിരിക്കുന്ന സ്ഥലമാണിത്. കുറച്ചുനേരം കാത്തിരുന്നു. സ്വദേശികളും ടൂറിസ്റ്റുകളുമുണ്ട് ഇക്കൂട്ടത്തിൽ. 30 മിനിറ്റ് ഇടവിട്ടാണ് എയർപോർട്ടിലേക്ക് ബസ്സുള്ളത്. എനിക്കുള്ള ബസ് പുറപ്പെടാറായെന്ന് ബോർഡിൽ തെളിഞ്ഞപ്പോൾ ആ ബസ്സിലേക്ക് നടന്നു. എല്ലാം സുന്ദരൻ ബസ്സുകളാണ്. എയറോപോർട്ടോ എന്നെഴുതിയ ബസ്. കയറുന്നതിന് മുൻപ് തന്നെ ടിക്കറ്റ് പരിശോധിക്കുന്നു. ഡ്രൈവറാണ് ടിക്കറ്റ് നോക്കി ആളുകളെ ബസ്സിൽ കയറ്റുന്നത്. ബസ്സിലേക്ക് കയറി. ബസ്സിൽ നിറയെ ആളുകളുണ്ട്. ടാക്സിയേക്കാൾ കൂടുതലായി ഇത്തരം ബസ് സർവീസുകളാണ് ടൂറിസ്റ്റുകളും ഉപയോഗപ്പെടുത്തുന്നത്. ഇവിടെ ബസ്സിൽ ജീവനക്കാരനായി ഒരാളെ ഉണ്ടാവൂ. കാൻകൂണിലെ സുന്ദര വഴികളിലൂടെ എയർപോർട്ട് ലക്ഷ്യമാക്കി ബസ് നീങ്ങി. സെവിച്ചെ എന്ന ഫൗണ്ടനും അതിനോട് ചേർന്നുള്ള സർക്കിളുമാണിത്. അത് കടന്നു പോകുമ്പോൾ ഡൗൺ ടൗണിന്റെ ഭാഗമാണെങ്കിലും ടൂറിസവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് കൂടുതലായും കാണുന്നത്. പിന്നെ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഓഫീസുകളും. ഒരു പഴകിയ നഗരമല്ല കാൻകൂൺ. 1970കളിലാണ് ഇവിടം ഒരു നഗരമായി വികസിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ആസൂത്രിത നഗരമാണിത്.
മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഡൗൺ ടൗണിൽ നിന്നും 25 മിനിറ്റ് യാത്രയേ ഉള്ളൂ എയർപോർട്ടിലേക്ക്. ഇക്കാണുന്നത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയാണ്, അനാഹുവാക് യൂണിവേഴ്സിറ്റി. അതിന്റെ സ്റ്റേഡിയവും മറ്റുമാണ് ഇടതുവശത്ത്. 18 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന അനാഹുവാക് യൂണിവേഴ്സിറ്റി നെറ്റ്വർക്കിന്റെ ഭാഗമാണ് കാൻകൂൺ അനാഹുവാക്. ഇവിടുത്തെ വഴിയോരങ്ങൾ ശ്രദ്ധിക്കുക. നട്ടുവളർത്തിയിരിക്കുന്ന മരങ്ങളും ചെടികളുമാണത്. ഇങ്ങനെ പച്ചപ്പിന്റെ ഒരു കർട്ടൻ കൊണ്ട് പ്രധാന ഹൈവേയെ വേർതിരിക്കുന്നു. മരക്കൂട്ടത്തിനിപ്പുറം ഒരു പുൽമേട്, അത് വെട്ടിയൊരുക്കിയിട്ടിരിക്കുന്നു. ഇവിടെ കാണുന്ന ഓരോ ചെടിയും നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് തന്നെയാണ്. മെക്സിക്കോ പോലുള്ള ഒരു സാധാരണ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്ത് പോലും ടൂറിസം കേന്ദ്രങ്ങൾ പ്രൊഫഷണൽ രീതിയിൽ ഒരുക്കുന്നു. നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു മാതൃകയാണിത്. കേരളത്തിലെ മൂന്നാറും കുമരകവും കോവളവുമൊക്കെ ഇങ്ങനെയാണ് ഒരുക്കിയെടുക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള നാടുകളെ പുകഴ്ത്തുന്നത് അവർ അത് അർഹിക്കുന്നത് കൊണ്ടാണ്. കേരളത്തിന്റെ വഴിയോരങ്ങളും ഈ വഴിയോരങ്ങളും മനസ്സുകൊണ്ട് താരതമ്യപ്പെടുത്തിയാൽ മതി. ഇവിടെയൊന്നും ആർക്കും എന്തും വഴിയോരത്ത് പണിത് വയ്ക്കാനാവില്ല. ടൂറിസം വളർത്താൻ ആഗ്രഹിക്കുന്ന നാടുകൾ ഇത്തരത്തിൽ കൃത്യമായി ഡിസൈൻ ചെയ്ത് ഓരോ ഇടവും ഭംഗിയാക്കി വെക്കുന്നു. ഞാനതൊക്കെ ചിന്തിച്ചിരിക്കെ ബസ് എയർപോർട്ടിനടുത്തേക്കെത്തി. 3-ാം നമ്പർ ടെർമിനലിലാണ് എനിക്ക് എത്തേണ്ടത്. അവിടെ നിന്നുമാണ് ഫ്ലൈറ്റ്. ബസ് 3-ാം ടെർമിനലിന് മുന്നിൽ ചെന്ന് നിന്നു. ഈ ഇറങ്ങുന്നതെല്ലാം ടൂറിസ്റ്റുകളാണ്. വലിയൊരു എയർപോർട്ടാണ് കാൻകൂണിലേത്. 4 ടെർമിനലുകളുള്ള എയർപോർട്ട്. വർഷം തോറും 2.5 കോടിയിലേറെ യാത്രക്കാരാണ് കാൻകൂൺ എയർപോർട്ട് വഴി കടന്നുപോകുന്നത്. അതിൽ 70% വിദേശികളായ ടൂറിസ്റ്റുകളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പുലർക്കാലത്ത് വന്നിറങ്ങിയപ്പോൾ ഏതാണ്ട് വിജനമായിരുന്നു ഇവിടം. ഇപ്പോഴാകട്ടെ വലിയ ജനത്തിരക്കാണ്. മനോഹരമായി ഒരുക്കിയ എയർപോർട്ട്. അങ്ങിങ്ങായി റെസ്റ്റോറന്റുകളും ബാറുകളുമെല്ലാമുണ്ട്. ഡിപ്പാർച്ചർ മറ്റൊരു ഭാഗത്തു നിന്നാണ്. അവിടേക്ക് നടന്നു. കുറച്ചേറെ നടക്കാനുണ്ട്. കാൻകൂണിന്റെ കാഴ്ചകളിൽ നിന്ന് ഞാൻ ഇനി എയർപോർട്ടിനകത്തേക്ക് കയറുകയാണ്. വലിയ തിരക്കുള്ള എയർപോർട്ടാണെന്ന് കയറി ചെന്നപ്പോൾ മനസ്സിലായി. ഇവിടെ നിന്നും ഡെൽറ്റ എയറിന്റെ വിമാനത്തിലാണ് എനിക്ക് ന്യൂയോർക്കിലേക്ക് പറക്കേണ്ടത്. ഡെൽറ്റ എയറിന്റെ കൗണ്ടറിൽ പോയി ബോർഡിംഗ് പാസ് വാങ്ങി. ന്യൂയോർക്കിൽ എത്തിയ ശേഷം അവിടെ നിന്നും എത്തിഹാദിന്റെ വിമാനത്തിൽ മാറിക്കയറണം. നേരം ഇപ്പോൾ 11:30 ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരുമിച്ച് ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഭക്ഷണശേഷം C10 ഗേറ്റിലേക്കെത്തി. അവിടെ നിന്നുമാണ് വിമാനത്തിൽ കയറേണ്ടത്. 12:30 ആയപ്പോഴേക്കും ആളുകളെ വിമാനത്തിലേക്ക് കയറ്റിവിട്ടു തുടങ്ങി. എയ്റോ ബ്രിഡ്ജിലൂടെ വിമാനത്തിനകത്തേക്ക് നടന്നു. ഇനി അതിദീർഘമായ ഒരു യാത്രയാണ്. നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെ മാത്രമേ ഞാൻ കൊച്ചിയിലെത്തുകയുള്ളൂ. അത്രയും നീണ്ട യാത്രയാണ്. പ്രത്യേകിച്ച് കിഴക്കോട്ട് യാത്ര ചെയ്യുമ്പോൾ ടൈം സോൺ മാറുന്നതിനാൽ ഒരു ദിവസം തന്നെ നഷ്ടപ്പെടും. പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് അറിവുള്ള കാര്യമാണത്. കാൻകൂണിൽ നിന്നും 4 മണിക്കൂർ പറന്ന് വിമാനം ന്യൂയോർക്കിലെ JFK എയർപോർട്ടിലെത്തും. 4 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. വിമാനം ന്യൂയോർക്ക് ജോൺ എഫ് കെന്നഡി എയർപോർട്ടിൽ ഇറങ്ങാൻ പോവുകയാണെന്ന അറിയിപ്പ് വന്നു. അല്പസമയത്തിനകം അത് ലാൻഡ് ചെയ്തു. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എനിക്ക് കണക്ഷൻ ഫ്ലൈറ്റിൽ കയറിയാൽ മതി. ന്യൂയോർക്ക് നഗരത്തിലേക്ക് ഇറങ്ങേണ്ടതില്ല.
അങ്ങനെയുള്ള ട്രാൻസിറ്റ് പാസഞ്ചർ ആണെങ്കിലും ഇവിടെ വിസ കാണിച്ച് എമിഗ്രേഷൻ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി വേണം അടുത്ത വിമാനത്തിലേക്ക് പോകാൻ. ഏതാണ്ട് 1.5 മണിക്കൂർ നീളുന്ന ചടങ്ങുകളാണത്. യഥാർത്ഥത്തിൽ ട്രാൻസിറ്റ് ഇവിടെ നഷ്ടമാണ്. എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങിയാൽ എനിക്ക് വേണമെങ്കിൽ സിറ്റിയിലേക്ക് പോകാം. അമേരിക്കയിൽ കുറച്ചു ദിവസം താമസിച്ചിട്ട് മടങ്ങിയാലും മതി. പക്ഷേ ഇന്നെനിക്ക് നേരമില്ല. ഇനി 4 മണിക്കൂർ കഴിഞ്ഞാൽ കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട്. അതിൽ നാട്ടിലേക്ക് മടങ്ങിയേ പറ്റൂ. തന്നെയുമല്ല, ന്യൂയോർക്കിൽ COVID-19 അപകടകരമായ വിധത്തിൽ പടർന്നു തുടങ്ങിയിരിക്കുന്നു എന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. ഇതിനിടെ നാട്ടിൽ നിന്നെത്തിയ ഫോൺ കോളിലൂടെ മറ്റൊരു വിവരവും അറിഞ്ഞു. കൊച്ചിയിൽ എയർപോർട്ടിൽ പരിശോധനകൾ തുടങ്ങിയിരിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ ക്വാറന്റൈന് വിടുന്നു. കേരളം കോവിഡ് വ്യാപന ഭീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇറ്റലിയിലും മറ്റും COVID-19 ഭീതിതമാം വിധം പടരുന്ന ദിവസങ്ങളാണിത്. യാത്ര പുറപ്പെട്ട കൊച്ചിയിലേക്കാവില്ല തിരികെ എത്തുന്നത് എന്ന് മനസ്സിലായി. ഈ എയർപോർട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും ഓരോരോ ക്യൂവിന് പിന്നിൽ സ്ഥാനം പിടിക്കേണ്ടതില്ല. ഇങ്ങനെ ചില യന്ത്രങ്ങളുണ്ട്. അതിൽ വിസ സംബന്ധിച്ച വിവരങ്ങൾ എൻ്റർ ചെയ്ത് ഒരു റെസിപ്റ്റ് പ്രിന്റ് എടുക്കണം. അതിലൊന്നിൽ നിന്ന് US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷന്റെ ഒരു റെസിപ്റ്റ് ഞാനും എടുത്തു. ഇതും പാസ്പോർട്ടുമായി അടുത്ത കൗണ്ടറിൽ ചെന്നാൽ ഇവിടെ നിന്നും പുറത്തിറങ്ങാം. ആ ചടങ്ങുകൾ പൂർത്തിയാക്കി പുറത്തിറങ്ങി. ഇവിടെയൊക്കെ വിസ പരിശോധനയും എമിഗ്രേഷൻ പോലും യന്ത്രവൽകൃതമായി കഴിഞ്ഞു. വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്കിറങ്ങേണ്ടെന്നാണ് എന്റെ തീരുമാനം. ന്യൂയോർക്ക് നഗരത്തിലേക്കോ മറ്റു കാഴ്ചകളിലേക്കോ ഒന്നും പോകാൻ നേരവുമില്ല. അതിനാൽ ഡിപ്പാർച്ചറിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. മുകൾ നിലയിലാണ് ഡിപ്പാർച്ചർ. 8 ടെർമിനലുകളുള്ള JFK എയർപോർട്ടിലെ 4ാം ടെർമിനലാണിത്. 1 വർഷം 6.5 കോടി യാത്രക്കാർ ഈ എയർപോർട്ടിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ന്യൂയോർക്കിൽ കോവിഡ് വലിയ തോതിൽ പടരുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇവിടേക്ക് വന്നു ചേരുന്ന ആളുകളുടെ എണ്ണമാണ്. ചൈന ഉൾപ്പെടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും 8 കോടി ആളുകളാണ് ഓരോ വർഷവും ന്യൂയോർക്ക് നഗരത്തിൽ വന്നിറങ്ങുന്നത്. ഞാൻ എത്തിഹാദിന്റെ ബോർഡിംഗ് പാസ് എടുത്തു. സെക്യൂരിറ്റി പരിശോധന പൂർത്തിയാക്കി നേരെ ബിസിനസ് ക്ലാസ് ലോഞ്ചിലേക്ക് നടന്നു. അവിടെ ഭക്ഷണം കഴിച്ചിരുന്ന് വിശ്രമിക്കാം. ലോഞ്ചിൽ കുറച്ചു സമയം വിശ്രമിച്ചു. വിമാനത്തിലേക്ക് കയറേണ്ട കൃത്യസമയമായപ്പോൾ അനൗൺസ്മെന്റ് എത്തി. എത്തിഹാദിന്റെ അബുദാബി ഫ്ലൈറ്റിൽ പോകേണ്ടവർ വിമാനത്തിൽ പ്രവേശിക്കാൻ. ഞാനും ആ വിമാനത്തിൽ കയറാനായി നടന്നു. ഇനി ഇവിടെ നിന്നും കൊച്ചിയിലേക്ക് 16 മണിക്കൂറിന്റെ യാത്രയുണ്ട്. പക്ഷേ അതിനിടയിൽ 1.5 ദിവസം കടന്നുപോകും. ന്യൂയോർക്കിൽ നിന്ന് 12 മണിക്കൂർ അബുദാബിയിലേക്കും അവിടെ നിന്നും 4 മണിക്കൂർ കൊച്ചിയിലേക്കും. അതിനിടെ 3 മണിക്കൂർ അബുദാബിയിൽ ട്രാൻസിറ്റിനായി കാത്തിരിക്കുകയും വേണം. അങ്ങനെ ഏതാണ്ട് 20 മണിക്കൂർ എടുക്കും കൊച്ചിയിലെത്താൻ. വളരെ വിരസമായ ഒരു യാത്രയാണത്. വിശാലമായ എയർപോർട്ടിലൂടെ ഗേറ്റ് കണ്ടുപിടിക്കാനായി നടന്നു. A380 വിമാനത്തിലാണ് യാത്ര. എയ്റോ ബ്രിഡ്ജിലൂടെ വിമാനത്തിലേക്ക് നടന്നു. ഡബിൾ ഡെക്കർ വിമാനമാണത്. അതിന്റെ മുകൾ നിലയിലാണ് എനിക്കുള്ള ഇരിപ്പിടം. കയറിയെത്തുന്നത് ലോബിയും ബാറുമെല്ലാം ചേർന്ന ഒരു ഭാഗത്തേക്കാണ്. വലിയ ആഡംബരമൊന്നുമില്ലെങ്കിലും മികച്ച നിലവാരമുള്ള ലോബി. മറ്റു പല വിമാനങ്ങളിലും ഇതിനേക്കാൾ വിശാലവും മനോഹരവുമായ സംവിധാനമുണ്ട്. ഞാൻ എന്റെ ക്യൂബിക്കിളിലേക്ക് ചെന്നു. ക്യൂബിക്കിളിലായതിനാൽ സാമൂഹിക അകലം പാലിക്കാം. ന്യൂയോർക്കിൽ നിന്നും പറന്നുയരുന്ന വിമാനത്തിന്റെ യാത്രാപഥം ഇങ്ങനെയാണ്. US അതിർത്തി കടന്ന് കാനഡയുടെ ഭാഗമായ ഹാലിഫാക്സും സെന്റ് ജോൺസും ഒക്കെ പിന്നിട്ട് നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുകളിലൂടെ ദീർഘദൂരം പറക്കുന്നു.
അധികം വടക്കോട്ട് പോകാതെ ഡബ്ലിൻ നഗരത്തിന്റെയും ലണ്ടന്റെയും തെക്കുഭാഗത്തുകൂടി പറന്ന് ഫ്രാൻസിന് മുകളിലൂടെ കയറി ബെൽഗ്രേഡും കടന്ന് കിഴക്കൻ യൂറോപ്പിലെ പല രാജ്യങ്ങൾ പിന്നിട്ട് കരിങ്കടലിന് മുകളിലൂടെ കുറേ ദൂരം യാത്ര. പിന്നെ പല അറേബ്യൻ രാജ്യങ്ങൾക്ക് മേലെ കൂടി ഒടുവിൽ അബുദാബിയിൽ എത്തിച്ചേരും. ഇങ്ങനെയാണ് യാത്രാപഥം. ആ ദീർഘമായ മടക്കയാത്രയ്ക്കൊരുങ്ങി ഞാനിരിക്കുമ്പോൾ വിമാനം സാവധാനം നീങ്ങിത്തുടങ്ങി. ജോൺ എഫ് കെന്നഡി എയർപോർട്ടിൽ നിന്നും യാത്ര പുറപ്പെടുകയായി. നേരം രാത്രി 11 മണിയായിട്ടുണ്ട്. ടേക്ക് ഓഫ് ചെയ്യുന്ന വിമാനത്തിൽ നിന്ന് നഗരത്തെ കണ്ടിരിക്കുമ്പോൾ ഞാൻ അറിഞ്ഞില്ല ഈ നഗരത്തിൽ മരണം സംഹാരതാണ്ഡവം തുടങ്ങാൻ പോവുകയാണെന്ന്. ഈ താഴെ കാണുന്ന ന്യൂയോർക്ക് നഗരം തുടർന്നുള്ള ആഴ്ചകളിൽ 10,000-ങ്ങളെയാണ് കൊറോണയ്ക്ക് വിട്ടുകൊടുത്തത്. ഞാൻ ജീവനും കൊണ്ട് നാട്ടിലേക്ക് മടങ്ങുകയാണ്. മെക്സിക്കോ നൽകിയ ദൃശ്യങ്ങളും അനുഭവങ്ങളുമായുള്ള മടക്കം.